ഏങ്ങണ്ടിയൂർ ഏത്തായി ചെമ്പിശ്ശേരി വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ ജിജുവിന്റെ കൊലപാതക കേസിൽ പ്രതിയായ സഹോദരി ഭർത്താവ് ഏങ്ങണ്ടിയൂർ എലൈറ്റുപടി ദേശത്ത് ചക്കാണ്ടൻ വീട്ടിൽ ബൈജുവിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 2010 ജൂലൈ മാസം 6-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവത്തലേന്ന് കൊല്ലപ്പെട്ട ജിജുവിന്റെ സഹോദരിയായ വീണയുടെ ഭർത്താവ് ബൈജുവിനെതിരെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി കൊടുത്തതിനെ തുടർന്ന് പോലീസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്ത് താക്കീത് നൽകി വിട്ടയച്ചിരുന്നു. കൊല്ലപ്പെട്ട ജിജുവിനൊപ്പമാണ് സഹോദരി അന്ന് പോയത്. ബൈജുവിനെതിരെ പരാതി കൊടുത്തതിന്റെ വിരോധത്തിൽ രാത്രി 11 മണിക്ക് വീണ താമസിക്കുന്ന കൊല്ലപ്പെട്ട ജിജുവിന്റെ വീട്ടിലേക്ക് മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന കൈക്കോടാലിയുമായി ബൈജു വരികയും ജിജുവിനെ കൈക്കോടാലി ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. മുഖത്തിന്റെ വലതുവശത്ത് മാത്രം 9 ആഴത്തിലുള്ള വെട്ടുകളും തലച്ചോറിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള പരിക്കുകളും മൂലം ജിജു മരണപ്പെടുകയായിരുന്നു. കൊലപാതക ശേഷം ഒളിവിൽ പോയ ബൈജുവിനെ ചാവക്കാട് ബീച്ചിൽ വെച്ച് ചാവക്കാട് വാടാനപ്പള്ളി പോലീസ് സംയുക്തമായി സാഹസികമായി കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയും പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം കൈക്കോടാലിയും രക്തം പുരണ്ട വസ്ത്രങ്ങളും കണ്ടെടുക്കുകയുമായിരുന്നു. സഹോദരനെ കൊലപ്പെടുത്തിയ ഭർത്താവിനെതിരെ വീണ കോടതിയിലും മൊഴി പറഞ്ഞിരുന്നു. സംശയാതീതമായി കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതി വിലയിരുത്തി. ജിജു കൊലപാതകത്തിന് ശേഷം നടന്ന ഏത്തായിലെ മനോജ് അനിത ദമ്പതികളുടെ ആത്മഹത്യ ജിജു കൊലക്കേസിലെ തുടർച്ചയായിട്ടുള്ളതാണ് എന്നും ജിജുവിൻ്റെ കുട്ടിക്കാല സുഹൃത്തായ മനോജ് വീണയുമായി ചേർന്ന് ജിജുവിനെ കൊലപ്പെടുത്തുകയും ബൈജു BJP പ്രവർത്തനായതിനാൽ CPM അനുഭാവികളുടെ സഹായത്താൽ ബൈജുവിനെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നു എന്നതായിരുന്നു പ്രതിഭാഗവാദം. പ്രതി ബൈജുവിനു വേണ്ടി യുവ അഭിഭാഷകരായ KJ യദുകൃഷ്ണ കഴിമ്പ്രം, പത്മ പ്രബുൽദാസ്, പ്രീത R, ലിജിമോൾ ജോണി, അനാമിക PS, രാഹുൽ ഘോഷ് KG എന്നിവർ ഹാജരായി.